ഞാൻ തീർച്ചയായിട്ടും മറ്റ് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ സംഗീതം എന്ന് പറയുമ്പം ഈ സിനിമയ്ക്ക് ഏറ്റവും യോഗ്യൻ എന്തുകൊണ്ടും ദേവരാജൻ മാസ്റ്റർ തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹബന്ധം. കാര്യം ഒരു ഡയറക്ടറായതിനു ശേഷമുള്ളൊരു ബന്ധമല്ല, അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ മുതൽ തന്നെയുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ. അപ്പോൾ മാസ്റ്ററെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും. അങ്ങനെ എല്ലാ സാർക്കാസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാസ്റ്ററോട് കഥ പറയാൻ ചെല്ലുന്നു. മാസ്റ്റർ ഒരു 1.5 മണിക്കൂർ, അപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇങ്ങനെ പറയും, ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും. മാസ്റ്റർ എല്ലാം വളരെ വളരെ ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം, പണിയുള്ള സിനിമയാണല്ലോടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ അങ്ങനെ വേണ്ടേ, നമ്മളൊരു സിനിമ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പണിയൊക്കെ വേണ്ടെന്ന് ചോദിച്ചു. ആ പണിയെടുക്കാൻ ആൾക്കാരുണ്ട്, പിന്നെ തനിക്ക് ഇയാൾക്ക് പണിയിപ്പിക്കാമല്ലോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും ചെല്ലും. അടുത്തല്ല, ഒരു ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെല്ലുകയാണ്. അപ്പം ഞാനത് പാടേണ്ട ആർട്ടിസ്റ്റുകൾ എൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം കൊണ്ട് കൊടുക്കുകയാണ്. മാസ്റ്റർ എല്ലാം കേട്ടു. അപ്പം ഒപ്പം എസ് ജാനകിയുണ്ട്. വളരെ അതിശക്തമായിട്ട് 2-3 സിറ്റുവേഷനകത്ത് എസ് ജാനകി തന്നെ പാടണമെന്നുള്ള ഒരു, ഇപ്പോൾ മാസ്റ്റർ ഇതെല്ലാം കേട്ടേച്ച് പറഞ്ഞു. അപ്പോൾ അത് ഇയാളങ്ങ് തീരുമാനിച്ചിരിക്കുകയല്ല അല്ലേ? അത് മാഷ അങ്ങനെ തീരുമാനമല്ല, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്, ആദ്യം ചെയ്യുന്ന സിനിമയല്ലേ. അപ്പോൾ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറയണം, അത് ഇയാൾ ആദ്യം ചെയ്യുന്ന സിനിമയാണ്, പക്ഷേ ഇത് ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമയല്ല. എന്താ മാഷ അങ്ങനെ പറഞ്ഞേ? അത് തന്നെ, അതേക്കുറിച്ച് എന്തിനാ ഇയാളെ വിഷമിക്കണം? പാട്ടുകൾ നന്നാക്കിയ പോലെ ആര് പാടുന്നതിനെക്കുറിച്ച് അതിൻ്റെ വറിയുടെ ആവശ്യമില്ല. അപ്പോഴേ എനിക്ക് തോന്നി അദ്ദേഹം ഉദ്ദേശിക്കുന്നതിന് ഇതിൻ്റെ പ്രല്യൂഡ് എന്താണ് മാസ്റ്റർ കൊള്ളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ മാസ്റ്റർക്ക് ഇതിലെ ഈ ഫിമെയിൽ സോങ്സ് എല്ലാം തന്നെ ആര് പാടണം? മാധുരി പാടണം. മാസ്റ്റർ വളരെ എവിഡൻ്റെതാക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് മാസ്റ്ററുടെ ഒരു ശരീരഭാഷയിലും ഒക്കെ എനിക്കൊരു വളരെ എക്സ്പ്ലിസിറ്റായിട്ട് തന്നെ തോന്നുന്നുണ്ട് മാസ്റ്റർ ഉദ്ദേശിക്കുന്നത് അതാണെന്ന്. അപ്പോൾ വിശ്വാസം മുട്ടലായി. ഇപ്പുറത്തെ എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ ആ പാട്ടിൻ്റെ മേൽ ഞാൻ പുരട്ടിയിരിക്കുന്ന ചായം അല്ലേ, ഒരു വലിയ നിറക്കൂട്ട് ഞാൻ തന്നെ പുരട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പൊളിച്ച് മാധുരി അല്ല, ഓഫ്കോഴ്സ് മാധുരി നല്ല പാട്ടുകാരിയാണ്. മാധുരിക്ക് ചേർന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, ആ സ്വരം ചേരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ഈ നമ്മുടെ കഥാപാത്രത്തിൽ ഒട്ടും ചേരില്ല. അത് ദേവരാജ മാസ്റ്റർ അല്ല, ലോകത്താരും എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. എനിക്ക് എൻ്റെ സിനിമ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ദ ഫിലിം മേക്കേഴ്സ്. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അന്ന് പറഞ്ഞ ഒരു ശ്വാസം മുട്ടലാണല്ലോ. അതുകൊണ്ട് അന്നും ഞങ്ങൾ പിരിയുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു ചർച്ചയിൽ ഞാൻ മാഷോട് പറഞ്ഞു, മാഷ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എനിക്കെന്ത് തെറ്റിദ്ധാരണയാണ്? ഒരു തെറ്റിദ്ധാരണയുമില്ല. ഇയാൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കാം. ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. വീണ്ടും മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, മാസ്റ്ററെ ഒന്നും വിചാരിക്കരുത്, തീർച്ചയായിട്ടും മാധുരി ചേച്ചി ഒന്നാന്തരം ഒരു പാട്ടുകാരിയാണ്. എന്നിട്ട് ഞാൻ അന്നത്തെ കാലത്ത് പാടിയിട്ടുള്ള കുറേ പാട്ടുകൾ പറഞ്ഞു. പിന്നെന്താ, ഇത് ഇയാൾ തന്നെ പറയുന്നല്ലോ. അതെല്ലാം ആ കഥാപാത്രങ്ങൾ മാസ്റ്റർ ഒന്ന് ആലോചിച്ച്, അവർക്കിത് കറക്റ്റാണ്. ഇതിങ്ങനെയുള്ളൊരു ബ്രാഹ്മിൺ സെറ്റപ്പിൽ നിന്ന് വന്നൊരു പെൺകുട്ടി, അല്ലെ അങ്ങനെ ഒരു കൾച്ചറിൽ നിന്നും കൾട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടിയിലെ ആ ശബ്ദം എനിക്കതെന്തോ ചേരുന്നില്ല. മാസ്റ്റർ പറഞ്ഞു, ഇയാൾ എന്തിനാ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ശരിയാണ് ഇയാൾ പറഞ്ഞത്. കാര്യം സിനിമ തീർച്ചയായിട്ടും അത് ചെയ്യുന്ന ആളെ സാറ്റിസ്ഫൈ ചെയ്യണം. ആത്യന്തികമായി അതാണ് ആവശ്യം, അതാണ് അതിൻ്റെ ഭാഷയും. മാസ്റ്റർ വളരെ, അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഇത് ഞാനത് ചെയ്യുന്നില്ല എന്നങ്ങ് വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇയാൾ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നങ്ങ് വെച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു, മാസ്റ്റർ തന്നെ രണ്ടും പറഞ്ഞല്ലോ, രണ്ടും മാസ്റ്റർ തന്നെ പറഞ്ഞില്ല. പക്ഷേ മാസ്റ്റർ എനിക്കതൊരു ഭയങ്കര പ്രശ്നമാണ്. മാഷുമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബന്ധം, പിന്നെ ഞാനിതിനകത്ത് നിൽക്കാൻ തന്നെ കാരണം മാസ്റ്ററാണ്. അതെനിക്ക് എവിടെയും പറയാവുന്നൊരു കാര്യമാണ്.
അല്ല, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതേപോലെ തന്നെ ശക്തമായി തൻ്റെ ഒരു സ്വപ്നമുണ്ടല്ലോ, താൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നൊരു വലിയ ഒന്നുമില്ലടോ, ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഈ സംഖ്യയെല്ലാം ഈയുടെ ആദ്യത്തെ സിനിമയായതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് വെച്ച് മാഷയുടെ കയ്യങ്ങ് പിടിച്ചു. എൻ്റെ പൊന്നു മാഷയെ, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അത് തന്നെയാണ്. ആ ശങ്കയ്ക്കൊരു പരിഹാരം മാത്രമേ ഉള്ളൂ, മാഷിനെ കൊണ്ട് സമ്മതിക്കുക. മാസ്റ്റർ ഇലയ്ക്കും മുള്ളിനും എടുക്കുന്നില്ല. മാസ്റ്റർ പറഞ്ഞു, എനിക്ക് ഒരു വിരോധവുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എത്രയോ കാലമായിട്ട് ഈ സിനിമയിൽ പ്രവർത്തിക്കുകയാണ്. ഇത്രയും ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ പറയുക, അത് വെളിപ്പെടുത്താനുള്ള ആ ഒരു ധൈര്യം കാണിക്കുക, ഇതൊക്കെ അപൂർവം ചിലർക്ക് മാത്രമുള്ള കാര്യമാണ്. ഇയാളതൊക്കെ പറയുന്നല്ലോ, പിന്നെന്താ, എനിക്ക് സന്തോഷമുള്ളെന്ന്. ഞാൻ കുറച്ചു നേരം മുഖത്തേക്ക് നോക്കിയിരുന്നു. മാസ്റ്റർ പെട്ടെന്ന് സിറ്റുവേഷൻ മാറ്റി വേറെന്തോ ഇതിലേക്ക് മാസ്റ്റർ മാറി, ശ്രദ്ധ മാറ്റി. ഞാൻ പതുക്കെ, ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞാൻ പുറത്തോട്ട് ഇങ്ങനെ വന്ന് താഴെ നിൽക്കുമ്പം മാസ്റ്ററുടെ വൈഫ് താഴെ നിൽക്കുക, ചേച്ചിയായിട്ട് നല്ല ബന്ധം. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, ചേച്ചിക്കറിയാം ഈ ടെൻഷനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അടുത്തത് ചേച്ചി, എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് ചേച്ചി, മാസ്റ്റർ ഭയങ്കര അടമൻ്റാണ്. അപ്പോൾ ചേച്ചി പറയുക, ഭദ്രനെ അതെന്തിനാ അങ്ങനെ ഒരു ശങ്ക, എന്തിനാ അങ്ങനെ ഭയക്കുന്നത്, എന്തിനാണ്? മാസ്റ്ററാണോ ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്? മാസ്റ്റർ എന്തേരം നല്ല സിനിമകൾ, എത്രയോ നല്ല പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാസ്റ്റർക്ക് ഇപ്പോൾ ഈ സിനിമ ചെയ്യണമെന്ന് അങ്ങനെ വലിയൊരു ക്രൈസൊന്നുമില്ല. ഭദ്രനാണ്, ഭദ്രൻ്റെ ആദ്യ സിനിമയായതുകൊണ്ട് എല്ലാ ഏരിയകളിലും അല്ലെങ്കിൽ എല്ലാ തലങ്ങളിലും അത് നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ നമ്മുടെ മനസ്സെന്ത് പറയുന്നു ആ മനസ്സിന് പുറകെ ചെല്ല്, അതല്ലേ നല്ലത്. ഒറ്റ കുഴപ്പമില്ല, ഞാനും മാഷെ പറഞ്ഞത് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ചേച്ചി, ഞാൻ പറഞ്ഞു, ചേച്ചി തരുന്ന ഈ ധൈര്യം ഞാൻ സ്വീകരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹമുള്ളതുകൊണ്ടല്ലേ, എനിക്ക് ആ സ്ഥാനം തന്നുകൊണ്ടല്ലേ. ഞാൻ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആ പറഞ്ഞ അതേ വാചകങ്ങൾ ഞാൻ അതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വള്ളി പുള്ളി ഇല്ലാതെ സിസ്റ്റത്തിലുണ്ട്, അത് മറക്കുകയില്ല. കാര്യം ഒന്നാമത് ഇവരെല്ലാം ലെജൻസാണ്. ഇവരെല്ലാം ഇനി ഒരിക്കൽ ഒന്നുകൂടെ ഈ ലോകത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ഈ ലോകത്തുണ്ടാവില്ല, 100% ഉറപ്പ്. അങ്ങനെ ഒരു പാട്ടുകാരൻ, യേശുദാസിനെ പോലെ ഒരു പാട്ടുകാരൻ ഈ ഭൂമുഖത്തിന് പിറക്കില്ല, ആരും സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അതൊക്കെ ലെജൻസാണ്. അതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും 100 വർഷം 200 വർഷം 500 വർഷം 1000 വർഷങ്ങളൊക്കെ കൂടിയിരുന്ന് സംഭവിച്ചേക്കാവുന്ന ചില തിരുപ്പിറവികളാണ്. തിരുപ്പിറവികളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനകത്ത് ഞാൻ അവരെ കാണാനും അവരെ കണ്ട് സിനിമ ചെയ്യാനും ആർജം സംഭരിച്ചവനാണ്. അപ്പം എനിക്ക് ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സിനിമ ചെയ്യാനും പറ്റത്തില്ല. ചേച്ചി പറഞ്ഞു, നിലകൊള്ളൂ അതിനു വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി ചേച്ചി, ഞാൻ ഈ ധൈര്യത്തോടെ ഞാൻ പോവുകയാണ്. പക്ഷേ എനിക്കൊരു വലിയ റിക്വസ്റ്റ് ഉണ്ട്, ഓണത്തിന് ഇനി അധികം നാളില്ല, എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്കകത്ത് ചാടി എൻ്റെ കയ്യെ പിടിച്ചു. ഷോ, തീർച്ചയായിട്ടും ഭദ്രൻ, അതെന്താ, നിങ്ങളില്ലാതെ മദ്രാസിൽ ഉണ്ടെങ്കിൽ ഭദ്രനില്ലാതെ ഞാൻ എൻ്റെ വീട്ടിലൊരു തിരുവോണമില്ല. അത് പിന്നെ നിങ്ങളീ പറയുന്ന ഇത്രയും വികാരഭരിതനാകേണ്ട കാര്യമൊന്നുമില്ല. മാസ്റ്റർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. എന്താപ്പാ, ഞാൻ അങ്ങേരുടെ കൂടെ എത്ര കാലമായി ജീവിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങോട്ട് വളരെ അങ്ങോട്ട് ലൈറ്റാക്കി. എന്തായാലും ശരി, താഴെ ഇറങ്ങി. ഇപ്പം എന്താണ് അടുത്ത, ഇനി 7 ആളുണ്ട്. ആ ആളെയാണെങ്കിൽ മലയാള സിനിമ മുഴുവൻ ഭയങ്കര ഭയന്നിരിക്കുന്ന ആളാണ്, ദക്ഷിണാമൂർത്തി സ്വാമി. ദക്ഷിണാമൂർത്തി സ്വാമി തീരുമാനിക്കുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും, പ്രൊഡ്യൂസർക്ക് പേടി, എനിക്കും ഒരു ചെറിയ പേടി.
മൊത്തം എല്ലാത്തിനും പേടി. പ്രൊഡക്ഷന്മാരോട് പറയുന്നു, രാമകൃഷ്ണൻ നല്ല മിടുക്കനാണ്, വളരെ സമർത്ഥനാണ്. രാമകൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ പത്തിരിഞ്ചി ഇത്ര പേടിക്കുന്നത്, ഞാൻ പോയി ആദ്യം സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പോയി രാമകൃഷ്ണൻ പോയി ആദ്യം പോയി സംസാരിക്കാം. രാമകൃഷ്ണൻ അതേന്ന് പറഞ്ഞ് തീരുമാനിച്ചു. വൈകുന്നേരം ആയപ്പം രാമകൃഷ്ണനെ വിളിക്കുന്നു. അപ്പം പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് രാവിലെ പോയി കാണാമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട രാമകൃഷ്ണ, ഞാൻ തന്നെ പോയി കാണാം. ഞാൻ രാവിലെ 5 മണിക്കത്തെ കുർബാന കാണാൻ പോയി. കുർബാനയെല്ലാം കഴിഞ്ഞ് നേരെ സ്വാമിയുടെ വീട്ടോട് ചെല്ലുകയാണ്. സ്വാമിയുടെ വീട് മൈലാപ്പൂർ ഒരു വലിയ തട്ടുംപുറത്താണ്. ഒരു 3-4 ഫ്ലോർ കയറി ചെല്ലണം. ഇങ്ങനെ സ്പൈറൽ സ്റ്റെയർ കേസ് വഴി മുകളിൽ കയറി ചെല്ലുന്നു. സ്വാമി പറഞ്ഞതുപോലെ ഒരു 6:30 മണി സമയത്ത് പൂജാമുറിയിലാണ്. സാക്ഷാൽ ശബരിമല സ്വാമിയുടെ ഒരു മുറിയിലുണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ ചെല്ലുമ്പം സ്വാമി അയ്യപ്പന് ചന്ദനം വരയ്ക്കുക. സത്യം ഞാൻ പറയാം കേട്ടോ, ഇതിങ്ങനത്തെയൊക്കെ കാഴ്ചകളൊക്കെ ഇനിയുള്ള കാലത്ത് എങ്ങനെ ആരൊക്കെ കാണാൻ കഴിയും? സ്വാമി അയ്യപ്പന് ചന്ദനം അരച്ചുകൊണ്ട് ഒരു കീർത്തനം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് ലയിച്ചങ്ങനെ അതിങ്ങനെ ബട്ടർ പോലെ വെണ്ണ പോലെ ഇങ്ങനെ വാരി ഇങ്ങനെ എടുത്ത് ആ കീർത്തനവും ഹമ്മും ഒക്കെ ആയിട്ട് അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ പാടുക. അതെടുത്ത് ഇങ്ങനെ എഴുന്നേറ്റ് പകുതി നൂർന്ന് ആ നെറ്റിയാലുമൊക്കെ അങ്ങോട്ട് തേച്ച് ഞാനിവിടെ നിന്ന് നോക്കി നിന്ന് കുടുകൂട്ടാന്ന് കരയല്ല, ഞാനറിയാതെ കണ്ണുനീരിങ്ങനെ ഒരു പ്രവാഹം പോലെ. നമ്മൾ പറയില്ലേ ചൊരിയുക എന്ന് പറയത്തില്ല. എന്താ ഇത് എന്തൊരു കാഴ്ചയത്. ഒരു പക്ഷേ എനിക്കെന്നറിയാം, ഞാനിതൊക്കെ എക്സൈറ്റഡ് ആവുന്ന അത്രയും ഈ സംഗീതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ വലിയ പ്രതിഭകളെ നമുക്ക് നേരിൽ കാണാൻ കഴിയുന്നു, അവരോടൊത്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലാതെ മറ്റൊന്നും ആയിരിക്കത്തില്ല. എന്തായാലും ശരി, ഇദ്ദേഹം ഇത് കഴിഞ്ഞിങ്ങോട്ട് തിരികെയും ഞാൻ നിൽക്കുന്നു. ഞാനൊരു ജുബയും ഒരു പാൻറ്റുമാണ്. ജുബയല്ല, ഗുരു ഷർട്ട്. അന്നത്തെ ഗുരു ഷർട്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഗുരു ഷർട്ട് കിട്ടി ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞ ഉടനെ സ്വാമി, ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സ്വാമിയെ കാണാൻ നല്ല സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും സ്വാമി കാണാൻ സാധ്യതയുണ്ട്. സ്ഥലങ്ങളിലല്ല, പല തിയേറ്ററുകളിലും. താൻ പാട്ട് പാടാൻ വന്നിട്ടുണ്ടോ? വലിയ മോഹമായിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതിനായിട്ട് എത്തിച്ചിട്ടുമില്ല. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അരികർ സാറിനോട് ജോലി ചെയ്യുന്ന സമയത്ത് സ്വാമിയുടെ റെക്കോർഡിങ് എവിടെ ഉണ്ടെങ്കിലും സെറ്റ് ഉപേക്ഷിച്ച് ഞാൻ വരും, ഇത് കാണാൻ വരും. ഭയങ്കര സന്തോഷം. എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി വൈഫിനെ വിളിച്ച്, എന്നാൽ ചായ ഇട്ടോളൂ. ചായ വന്നു, കാര്യമൊക്കെ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾ വന്ന സമയം വളരെ ഗംഭീരമായ സമയത്താണ് വന്നിരിക്കുന്നത്. വളരെ ഗംഭീരമായ സമയം. അത് ശരിയല്ലേ? പുള്ളി അയ്യപ്പന് ചന്ദനം വരയ്ക്കുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഇതിലെ പാട്ടുകളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും, ജസ്റ്റേഴ്സാണ് പുള്ളിയുടെ എക്സ്പ്രഷൻസ്. എനിക്ക് വളരെ സന്തോഷമായി. സിറ്റുവേഷൻസ് അന്ന് പറയുന്നു, ഒരു സിറ്റുവേഷനൊക്കെ പറയാനെടുക്കുന്ന സമയം യു വോണ്ട് ബിലീവ് ഇറ്റ്, ഒരു മണിക്കൂറൊക്കെയാണ്. ഇതെന്താ സിറ്റുവേഷനായി പറയുന്നത്? ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് തീരുമോ? അങ്ങനെ എല്ലാ സിറ്റുവേഷൻസും ഒരാഴ്ച കൊണ്ട് എല്ലാ സിറ്റുവേഷൻസും എഴുതിയെടുക്കും. ഇത് നമ്മുടെ പണി തന്നെ. പുള്ളിയും വളരെ സന്തുഷ്ടം. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇതിലേക്ക് കടന്നു. റെക്കോർഡിങ്ങൊക്കെ ആയി, പാട്ടുകളൊക്കെ വളരെ ഗംഭീരം. അതിനകത്താണ് നനഞ്ഞ നേരിയ പട്ടുറുമാൽ സുവർണ നൂലിലെ അക്ഷരങ്ങൾ, ഈ പാട്ടൊക്കെ അതിലെയാണ്. ഇതൊക്കെ അങ്ങ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങോട്ട് ഏത് ലോകത്താണ് പോകുന്നത് എനിക്കറിയത്തില്ല. ഈ പാട്ടുകളൊക്കെ ഇതൊക്കെ എൻ്റെ സിനിമയിലാണ്. ഇതൊക്കെ ഞാനിതിൻ്റെ ഉടമസ്ഥനാണോ? ഇത് വേറെ ആർക്ക് വേണ്ടി ചെയ്യുന്നതാണോ? ഇത് അരൺ സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ വന്നതാണോ? രാത്രിയൊന്നും കിടന്നിട്ടൊന്നും ഉറക്കമൊന്നുമില്ല, തിരിഞ്ഞിങ്ങനെ കിടക്കും, അങ്ങോട്ട് കിടക്കും. ആ ഒരു ത്രില്ലൊക്കെ നമുക്ക് അങ്ങ് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അങ്ങനെ റെക്കോർഡിങ് ആവുന്നു, പാട്ടുകളൊക്കെ കഴിയുന്നു, എല്ലാവരും വന്ന് പാട്ടുകൾ പാടുന്നു. ദാസേട്ടൻ വന്ന് പോയത്, ജാനി വന്ന് പാടും, എല്ലാവരും. ഇതിൻ്റെ പിക്ചറൈസേഷനായി. ഇതിൻ്റെ പിക്ചറൈസേഷന് ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല.
അത് കൂടെയുള്ള ക്യാമറാമാനോ ഈ പറഞ്ഞ പോലെ തന്നെ മെല്ലി സാറും. നിങ്ങൾ വിശ്വസിക്കത്തില്ല, അതിനകത്തുള്ള 2-3 സന്ദർഭങ്ങൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ജീവിതത്തിൽ ആദ്യമായി ലൊക്കേഷനിൽ വന്ന് നെടുമുടി വേണുവിനെയും മേനകയെയും ശങ്കരനെയും എല്ലാം ചിട്ടയും കാര്യങ്ങളും താളവും ഒക്കെ പഠിപ്പിച്ച് കൂടെ പിക്ചറൈസേഷൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അതിൻ്റെ താളം കാണിച്ചു കൊടുക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും. ഹി വാസ് ദെയർ വിത്ത് ഹസ് 1 week. ഐ എം സോ ഫോർച്ചുനേറ്റ് ഇനഫ്. നല്ല ചെയ്യും. അതല്ലേ ആ സമയത്ത് അതിൻ്റെ പിക്ചറൈസേഷനൊക്കെ കണ്ട ഓരോ ആൾക്കാർ എന്തൊരു അപ്രീസിയേഷനാണ്. എൻ്റെ ഗുരുനാഥൻ തന്നെ പറയും, എന്ത് പിക്ചറൈസേഷനാണ്. കാര്യം ഒന്നാമത് തന്നെ സ്വാമി എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ്റെ, ഞാൻ പറഞ്ഞ പോലെ ഒരു തിരുപ്പിറവി. ഈ പിറവി ഒപ്പം നിൽക്കുകയല്ലേ, പിന്നെന്ത് വേണം? പിക്ചറൈസേഷൻ കഴിയുന്നു, പാട്ടായി, അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒക്കെയായി വളരെ ഗംഭീരമായി സിനിമ കഴിയുന്നു. ഓക്കെ, സിനിമ കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഈ ലാൽ സാർ ഒരു ഭയങ്കര സംബോധന കേട്ടോ. സാറിൻ്റെ പ്രതികരണം മോഹൻലാലോ എന്താണ്? എന്താ സാർ അയാളുടെ ഒരു ശരീരഭാഷയും അയാൾ ചില ചമ്മെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, ഈ കേരളക്കരയിലുള്ള സർവ്വ ചെറുപ്പക്കാരുടെയും ചമ്മനെല്ലാം കൂടെ ചേർന്ന് പുള്ളിയിലുണ്ടത്. ഞാൻ പറഞ്ഞ എന്താണ് അദ്ദേഹം ഇത് കൊച്ചു കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നത് കാണണമെന്ന്. അപ്പോൾ സാർ അങ്ങോട്ട് എടുക്കുന്നില്ല അർത്ഥത്തിൽ. സാർ എന്നാ സാർ, ഓ എന്താണോ അയാളുടെ മുഖത്ത് എന്തുണ്ടാകുന്നേ ഈ പറയുന്നത്? സിനിമ കണ്ടു കഴിഞ്ഞ് സാറ് ഞാൻ പറഞ്ഞില്ലേ, കാറിൽ കയറി എന്നോടൊന്നും വേണ്ടിയില്ല, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞങ്ങ് പോയി. 2 ദിവസം അടുത്ത നെക്സ്റ്റ് ഡേ മറ്റോ എന്നെ സാറ് വിളിക്കുകയാണ്, ഇനി എപ്പോഴാണ് ഇടുന്നേ? ഭവാനിക്കൂടെ കാണണം, അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ മിസ്സിസാണ്. കൂട്ടത്തിൽ പറയുക, നീ പറഞ്ഞത് ശരിയാ, അതുപോലെ എടുക്കണമായിരിക്കും കേട്ടോ, നല്ല ഗംഭീരമായിരിക്കും. അതായത് ലാല് ഈ സ്ഥിരം വേഷങ്ങളിൽ നിന്ന് വിട്ടിട്ട് ലാലിൻ്റെ ആ ഒരു ചമ്മലും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആദ്യത്തെ ഒരു ടേക്ക് ഓഫാണ് മോഹങ്ങൾ പൂവണിഞ്ഞ്. കാരണം ഇതിൻ്റെ പ്രീമിയർ ഷോ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ചിത്രാഞ്ജലിയിൽ ഇതിൻ്റെ പ്രിവ്യൂ. അപ്പോൾ ആ പ്രിവ്യൂവിന് കരുണാകരൻ സാറുണ്ട്, അന്നത്തെ കുറേ മന്ത്രിമാരും ഒക്കെ ഉണ്ട്, പക്ഷേ ചീഫ് മിനിസ്റ്ററായിട്ട് അദ്ദേഹമുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ചാക്കോപ്പിള്ള വൈലിപ്പിള്ളയുടെ വലിയ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ആളല്ലേ. ഈ സിനിമയൊക്കെ കൊണ്ട് വളരെ ഡയറക്ടർ സിനിമയൊക്കെ ഗംഭീരമായിരിക്കുന്നു ഒക്കെ പറഞ്ഞ് എന്നെ തട്ടി. ഇങ്ങനെ ഞാൻ ചിത്രാഞ്ജലി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ലാലിൻ്റെ അമ്മ, ഞാൻ അമ്മേനെ ആദ്യം കാണുക, ലാലിനെ പോലെ തന്നെ നല്ല രസമുള്ളൊരു മോഹം, ചിരിച്ച് മോനെ ഇങ്ങോട്ട് വന്നേ, ഞാൻ അടുത്തോട്ട് ചെന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കൈ ഇങ്ങോട്ട് തന്നെ, എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, എൻ്റെ ലാലുമോൻ എന്നാ നല്ല വേഷമാണ് കൊടുത്തത്. അയ്യോ, എനിക്ക് അവന് ഒത്തിരി തിയേറ്ററിൽ നോക്കി കാണുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഉമ്മ കൊടുക്കാൻ തോന്നി. അവനെ എനിക്ക് ഒത്തിരി ഉമ്മ കൊടുക്കാൻ തോന്നി. എന്നാ അമ്മ അങ്ങനെ എനിക്ക് സത്യം ഞാൻ പറയട്ടെ, കുറേ കാലങ്ങൾ കൂടി ഇരുന്ന് ലാലുമോൻ്റെ സിനിമ ഞാനിങ്ങനെ സ്ക്രീനിൽ ഫുള്ള് നോക്കിയിരിക്കുന്നത് ഈ സിനിമ. അതെ, എനിക്കിഷ്ടമുള്ള വേഷമൊന്നുമല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ സെഡ് ഇറ്റ്. ലാലിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നു. അതായത് അതുവരെയുള്ള വേഷങ്ങളൊന്നും ഒരു അമ്മയെന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തിക്ക് അത് അത്ര ഇഷ്ടമായിരുന്നില്ല. പുള്ളിക്കാരത്തി സിനിമ കണ്ടിട്ട് പറഞ്ഞു, സിനിമ ലാലിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇങ്ങനെ ഒരു ലാലുമോന് ഉണ്ടോ, ഞാനത് തിരിച്ചറിയാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ ആദ്യ സിനിമയ്ക്കകത്ത് സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങൾ. ദേവരാം മാസ്റ്റർ എന്ന് പറഞ്ഞൊരു വലിയ മ്യൂസിക് ഡയറക്ടറെ ഇങ്ങനെ ഒരു എന്താ പറയുക, ജീവിതത്തിനകത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും നമ്മൾ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹമല്ലാതെ ഈ ലോകത്ത് ആരുണ്ട്? നേരത്തെ പറഞ്ഞതിന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മൾ തീരുമാനിക്കും, അത് വളരെ കൺവീനിയൻ്റായിട്ട് മാറിപ്പോവുകയും ചെയ്യും. ലിസൺ, ഞാൻ എൻ്റെ തീരുമാനമൊക്കെ മാറി. എങ്ങനെ മാറി? മാറേണ്ടതായിട്ട് വന്നു. കാര്യം ഞാൻ അവിടെ നിലയുറച്ചു, എനിക്ക് ഇവർ തന്നെ പാടണം. ദേവരാം മാസ്റ്ററാണ് ആ പടം ചെയ്തിരുന്നുവെങ്കിൽ
ഒരുപക്ഷെ പാട്ടുകളൊക്കെ നന്നായേനെ. ഇതിനേക്കാൾ നല്ല പാട്ടുകളാകുമായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ അതിനൊരു നിയോഗമുണ്ട്. നമ്മൾ ആ നിയോഗം എന്നൊക്കെ പറയുന്നതല്ലേ, ഇതിങ്ങനെ വേണം, ഇതിങ്ങനെ വരാവൂ, ഇതിങ്ങനെ സംഭവിക്കാവൂ. അതിലൂടെ ദക്ഷിണാമൂർത്തി സ്വാമിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി. ആ ബന്ധം ദാറ്റ് ഇസ് ഗോൺ അപ്പ് ടു വാട്ട് എക്സ്റ്റെൻറ്റിനു. ഈ റീറെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഈ സ്വാമിയുടെ രീതികളിലൊന്നും ഒരു ഡയറക്ടേഴ്സും ഇൻ്റർഫിയർ ചെയ്യത്തില്ല. സ്വാമി ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ എനിക്ക് റീറെക്കോർഡിങ്ങിൻ്റെ സമയത്തും എനിക്ക് എൻ്റേതായിട്ടൊരു സേ ഉണ്ടാവും. ഞാൻ അന്നും എന്നും ഒക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന സൈലൻസ് ഒരു ഭയങ്കര വിഷയമാണ്. കാര്യം അതൊക്കെ അന്ന് നമ്മൾ കണ്ട് നമ്മളെ ശീലിപ്പിച്ചിട്ടുള്ള നല്ല സിനിമകളായിരിക്കാം അതിനൊക്കെ കാരണം. നല്ല സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഒത്തിരി സൈലൻസ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫിലിമൊക്കെ കാണുമ്പം സൈലൻസ് എന്നിലൊരു ഭയങ്കര ഒരു ഡോമിനൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചുമ്മാ ഈ പടമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ടൈറ്റിലിനോട് ചേർന്ന് തന്നെ അവസാനം വരെ ഇങ്ങനെ വര 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 ഈ മ്യൂസിക് എനിക്ക് ശരിയാവില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥിരം സിനിമയുടെ ഒരു കൾട്ടാണ്. റീറെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ഒച്ചയുമ്പോഴും അങ്ങനെ തീരുന്നു. അതിനൊക്കെ നമ്മൾ സിനിമ പഠിക്കില്ലേ. ഒരു സിനിമ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സിനിമയാണെങ്കിലും അത് നമ്മുടെ ആദ്യത്തെ കളരിയിലെ ആദ്യത്തെ ഒന്നാം അക്ഷരമാണ്. ഇനിയും ഇങ്ങനെ കിടക്കുകയല്ലേ നമ്മുടെ സിനിമ ഇപ്പോഴും. അത് അന്ന് 29 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ സിനിമ ഞാൻ ഇന്ന് പറയുന്നു, ഇന്നും ഞാൻ ഇൻ ദ ലേണിംഗ് പ്രോസസ്, സ്റ്റഡിയിങ്.